നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ UGC നെറ്റ് അതുപോലെ PSC ഇതിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യമായിട്ട് നെറ്റിൻ്റെ വേദം എന്ന ഭാഗത്തു നിന്നുള്ള ചില ചോദ്യങ്ങളാണ് നോക്കുന്നത്. ന കർമ്മ ലിപ്യത്തെ നരേ ഇതി വേദവാക്യം കുത്ര ഉല്ലിഖിതം വർത്തത്തെ. മുണ്ടകോപനിഷദി, ശ്വേതാശ്വതരോപനിഷദി, കേനോപനിഷദി, ഈശാവാസ്യോപനിഷദി. ന കർമ്മ ലിപ്യത്തെ നരേ എന്നുള്ള ഭാഗം വേദവാക്യം എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഈശാവാസ്യോപനിഷദി എന്നതാണ്. ഇനി അടുത്തത് ഋഗ്വേദസ്യ ദശമേ മണ്ഡലേ കതി സൂക്താനി സന്തി. ഋഗ്വേദത്തിൻ്റെ 10ാമത്തെ മണ്ഡലത്തിൽ എത്ര സൂക്തങ്ങളുണ്ട് എന്ന് ചോദ്യം. ഓപ്ഷൻസ് 43, 191, 62, 58. ഉത്തരം 191 സൂക്തങ്ങളാണ് ഋഗ്വേദത്തിൻ്റെ 10ാമത്തെ മണ്ഡലത്തിലുള്ളത്. ഇനി അടുത്ത ചോദ്യം ഋഗ്വേദീയ സപ്തമ മണ്ഡലസ്യ ഋഷിഹി വർത്തതെ. ഋഗ്വേദത്തിൻ്റെ 7ാമത്തെ മണ്ഡലത്തിൻ്റെ ഋഷി ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻസ് വസിഷ്ഠ, അത്രിഹി, വാമദേവ, മധുച്ഛന്ദ എന്നിങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് വസിഷ്ഠൻ എന്നതാണ്. അടുത്ത ചോദ്യം അഥർവവേദേന സംബദ്ധ കാ ശിക്ഷ വർത്തതെ. അഥർവവേദവുമായി ബന്ധപ്പെട്ട ശിക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷനുകൾ ലോമശി ശിക്ഷ, മാണ്ഡൂക്കി ശിക്ഷ, ഗൗതമി ശിക്ഷ, കേശവി ശിക്ഷ എന്നിങ്ങനെയാണ്. ഇവിടെ ഉത്തരം വരുന്നത് മാണ്ഡൂക്കി ശിക്ഷ എന്നുള്ളതാണ്. മാണ്ഡൂക്കി ശിക്ഷയാണ് അഥർവവേദവുമായി ബന്ധപ്പെട്ട ശിക്ഷ. ഇനി അടുത്ത ചോദ്യം നോക്കാം. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ ഇത്യുദ്ധരണം കുത്ര വർത്തതെ. ഓപ്ഷൻസ് അഥർവവേദേ, തൈത്തിരീയോപനിഷദി, മാണ്ഡൂക്യോപനിഷദി. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നുള്ള ഉദ്ധരണം ഉള്ളത് തൈത്തിരീയ ഉപനിഷത്തിലാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മേധാം മേ വരുണോ ദദാതു മേധാമഗ്നി പ്രജാപതി കുത്രായം അംശഃ പ്രാപ്യത്തെ. ഈ ഒരു അംശം മേധാം മേ വരുണോ ദദാതു മേധാമഗ്നി പ്രജാപതി എന്നുള്ള ഭാഗം എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് ശ്രീമദ് ഭാഗവതേ, ശുക്ലയജുർവേദേ, അഥർവവേദേ, രാമായണേ. ഉത്തരം ശുക്ലയജുർവേദേ എന്നുള്ളതാണ്. അടുത്തത് ഋഗ്വേദസ്യ ശാകലസംഹിതായാം കതി പ്ലുതസ്ഥാനാനി ഭവന്തി. ഓപ്ഷൻസ് 3, 4, 5, 2. ഋഗ്വേദത്തിൻ്റെ ശാകല സംഹിതയിൽ എത്ര പ്ലുതസ്ഥാനങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം 3 എന്നുള്ളതാണ്. അടുത്തത് അധോദിത്തേഷു സമീചീനം യുഗ്മം ചിനുത. താഴെ തന്നിട്ടുള്ളതിൽ ചേരുംപടി ചേർക്കാനായിട്ടാണ് ഋഗ്വേദത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളും അവയുടെ ഋഷികളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം. പ്രഥമ മണ്ഡലത്തിൻ്റെ ഋഷി എന്ന് പറയുന്നത് ശതാർച്ചിൻ എന്നാണ് പറയുന്നത്. 2ാമത്തെ മണ്ഡലത്തിൻ്റെ ഋഷിയാണ് ഗൃത്സമദഃ. അപ്പോൾ ദ്വിതീയ മണ്ഡലം ഗൃത്സമദഃ എന്ന് കിട്ടി. 3ാമത്തെ മണ്ഡലത്തിൻ്റെ ഋഷിയാണ് വിശ്വാമിത്രൻ. അപ്പോൾ തൃതീയ മണ്ഡലം വിശ്വാമിത്രഃ എന്ന് കിട്ടി. 4ാമ മണ്ഡലത്തിൻ്റെ ഋഷിയാണ് വാമദേവൻ, വാമദേവഃ എന്ന് കിട്ടി. പക്ഷേ ഇവിടെ പ്രഥമ മണ്ഡലത്തിൻ്റെ ശതാർച്ചിനാണ്. പക്ഷേ ഇവിടെ അത് കാണാനില്ല. അതെന്താണെന്ന് നോക്കണം. ചിലപ്പോൾ ഓപ്ഷൻ തെറ്റിക്കൊടുത്തായിരിക്കാം.
ഇനി അടുത്തത് മാധ്യന്തിനസംഹിതായാः ഭാഷ്യകാരः കः. മാധ്യന്തിനസംഹിതയുടെ ഭാഷ്യകാരൻ ആരാണ്? ഓപ്ഷൻസ്: സായണഃ, ഉവടഃ, ആനന്ദബോധഃ, ഹലായുധഃ. ഉത്തരം ഉവടഃ എന്നുള്ളതാണ്. മാധ്യന്തിനസംഹിതയുടെ ഭാഷ്യകാരനാണ് ഈ ഓപ്ഷനുകളിൽ ഉവടൻ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഋഗ്വേദേ കസ്യാഹ ദേവതായാഹ സർവാധിക സൂക്താനി സന്തി? അഗ്നിഃ, വിഷ്ണുഃ, ഇന്ദ്രഃ, വരുണഃ. ഋഗ്വേദത്തിലെ ഏറ്റവും കൂടുതൽ സൂക്തങ്ങളുള്ളത് ഏത് ദേവതയുടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ദ്രൻ്റെ, ഇന്ദ്രഃ എന്നുള്ളതാണ്. ഇനി അടുത്തത് അധസ്താദ് ദത്തേഷു കഃ വംശമണ്ഡലേന സംബന്ധഃ നാസ്തി? താഴെ തന്നിരിക്കുന്നതിൽ വംശമണ്ഡലവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ്: അത്രിഃ, ഗൗതമഃ, വാമദേവഃ, വിശ്വാമിത്രഃ. ഇതിൽ ഉത്തരം ഗൗതമഃ എന്നുള്ളതാണ്. വംശമണ്ഡലവുമായി ബന്ധമില്ലാത്തത് ഗൗതമനാണ്. അടുത്തത് പാതഞ്ജല മഹാഭാഷ്യാനുസാരം ഋഗ്വേദസ്യ ശാഖാഃ സന്തി? പാതഞ്ജല മഹാഭാഷ്യമനുസരിച്ച് ഋഗ്വേദത്തിന് എത്ര ശാഖകളുണ്ട്? ഓപ്ഷൻസ്: 5, 9, 21, 100. ഉത്തരം 21. പാതഞ്ജല മഹാഭാഷ്യമനുസരിച്ച് ഋഗ്വേദത്തിന് 21 ശാഖകളുണ്ട്. അടുത്ത ചോദ്യം: മാതാഭൂമി പുത്രോ അഹം പൃഥിവ്യാഃ ഇത്യുക്തിഃ കുത്ര ലഭ്യത്തെ? ഈ ഒരു ഉക്തി എവിടെയാണുള്ളത്? മാതാഭൂമി പുത്രോ അഹം പൃഥിവ്യാഃ. ഓപ്ഷൻസ്: ഋഗ്വേദ, അഥർവവേദ, മഹാഭാരത, നാട്യവേദ. ഉത്തരം അഥർവവേദഃ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രമുഖാസു ദശോപനിഷത്സു അന്തഃ പരിഗണിത നാസ്തി? 10 ഉപനിഷത്തുക്കൾ പ്രധാനമായിട്ട് പറഞ്ഞു. അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഐതരേയ ഉപനിഷത്ത് ഉൾപ്പെടുന്നുണ്ട്, ഛാന്തോഗ്യോപനിഷത്ത് ഉൾപ്പെടുന്നുണ്ട്, മുണ്ടകോപനിഷത്ത് ഉൾപ്പെടുന്നുണ്ട്. ശ്വേതാശ്വതര ഉപനിഷത്താണ് അതിൽ ഉൾപ്പെടാത്തത്. ഇനി അടുത്തത് ഷഡ്വിംശ ബ്രാഹ്മണം കേന വേദേന സംബന്ധം വർത്തത്തെ? ഷഡ്വിംശ ബ്രാഹ്മണം ഏതു വേദവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഋഗ്വേദേന അല്ല, കൃഷ്ണയജുർവേദേന അല്ല, അഥർവവേദേന അല്ല, സാമവേദേന. സാമവേദവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണമാണ് ഷഡ്വിംശ ബ്രാഹ്മണം. അടുത്തത് കസ്മൈ ദേവായ ഹവിഷാ വിധേമ ഇയമുക്തിഃ കസ്യൈ ദേവതായൈ പ്രയുജ്യത്തെ? കസ്മൈ ദേവായ ഹവിഷാ വിധേമ, ഈ ഒരു ഉക്തി ഏത് ദേവതയെ പറ്റിയിട്ടാണ്? അപ്പോൾ ഓപ്ഷൻസ്: പുരുഷായ, ഇന്ദ്രായ, വിഷ്ണവേ, പ്രജാപതയെ. ഉത്തരം പ്രജാപതയെ എന്നുള്ളതാണ്. അടുത്തത് സനഃ പിതേവ സൂനവേ കേന സൂക്തേന സംബന്ധമസ്തി? ഏതു സൂക്തവുമായി ബന്ധപ്പെട്ടതാണ് സനഃ പിതേവ സൂനവേ? രുദ്രസൂക്തേന, ഇന്ദ്രസൂക്തേന, അഗ്നിസൂക്തേന, സവിതൃസൂക്തേന. ഉത്തരം അഗ്നിസൂക്തേന. അടുത്തത് മഹീധരഃ കഃ വർത്തത്തെ? മഹീധരൻ ആരായിരുന്നു? സൂത്രകാരനായിരുന്നോ, ഭാഷ്യകാരനായിരുന്നോ, വാർത്തികകാരനായിരുന്നോ, പദകാരനായിരുന്നോ? ഉത്തരം ഭാഷ്യകാരഃ എന്നുള്ളതാണ്. അദ്ദേഹം ശുക്ലയജുർവേദത്തിൻ്റെ മാധ്യന്തിന സംഹിതയ്ക്ക് വേദദീപം എന്ന ഭാഷ്യം എഴുതിയ ആളാണ് മഹീധരൻ. അടുത്തത് ഭാഷ്യകാരാനുസാരം അഥർവവേദസ്യ ശാഖാഃ സന്തി? മഹാഭാഷ്യകാരൻ്റെ മതമനുസരിച്ച് അഥർവവേദത്തിന് എത്ര ശാഖകളുണ്ട്? 21 ആണോ, 15 ആണോ, 9 ആണോ, 2 ആണോ? ഉത്തരം 9 എന്നാണ്. ഇനി അടുത്തത് നെറ്റിന് വന്ന ചോദ്യം തന്നെയാണ് ഇത് രണ്ടും. പക്ഷേ PSCക്കും ഒട്ടും ഉപേക്ഷിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. എന്താണ്? തർക്കസംഗ്രഹ കർത്തൃമതേ ദ്രവ്യം നാസ്തി? തർക്കസംഗ്രഹകാരൻ്റെ മതത്തിൽ ദ്രവ്യമല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ്: കാലഹ, തമഹ, ദിക്ക്, മനഃ. അപ്പോൾ നമ്മുടെ പങ്ക്തി എന്തായിരുന്നു? തത്ര ദ്രവ്യാണി പൃഥിവ്യ തേജോ വായു ആകാശ കാല ദിഗാത്മാ മനാംസി നവൈവ എന്നായിരുന്നു. അപ്പോൾ ഉത്തരം കാലം അതിലുണ്ട്,
ദ്രവ്യമാണ്, ദിക്ക് ദ്രവ്യമാണ്, മനസ്സ് ദ്രവ്യമാണ്. അപ്പോൾ തമസ് അന്ധകാരം എന്നുള്ളത് ദ്രവ്യമല്ല തർക്കസംഗ്രഹകാരൻ്റെ മതത്തിൽ എന്ന് കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം, ന്യായമതേ വിശേഷാഹ കതി ഭവന്തി. ന്യായമതത്തിൽ വിശേഷം എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 7 പദാർത്ഥങ്ങൾ, ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായ അഭാവങ്ങൾ. അതിൽ വിശേഷത്തെ പറ്റി എന്താണ് പറഞ്ഞത്? നിത്യദ്രവ്യവൃത്തയോ വിശേഷാസ്ത്വനന്തായേവ. നിത്യദ്രവ്യങ്ങളിൽ ഇരിക്കുന്നതായ വിശേഷങ്ങൾ അനന്തങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ചോദ്യം വിശേഷങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നാണ്. അപ്പോൾ ഉത്തരം അനന്തങ്ങളാണ് എന്നാണ്. അപ്പോൾ ഓപ്ഷനുകൾ സപ്ത അനന്താഹ നവൈവ ചതുർവിംശതി. അപ്പോൾ ഉത്തരം അനന്താഹ എന്നുള്ളതാണ്. ഇനി PSCക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്, ജാതിവ്യക്തിയോഹോ കഹ സംബന്ധ. ജാതിയും വ്യക്തിയും തമ്മിൽ എന്താണ് സംബന്ധം? ഓപ്ഷൻസ് സംയോഗ, സമവായ, സ്വരൂപ, കാലിക. ഉത്തരം ഓപ്ഷൻ ബി സമവായ. അതായത് ജാതിയും വ്യക്തിയും തമ്മിൽ എന്താണ് സംബന്ധം? നമ്മൾ പറഞ്ഞു സമവായ സംബന്ധം 7 കേസുകളിൽ നമ്മൾ പറഞ്ഞു. ചില ദ്രവ്യങ്ങൾ തമ്മിൽ, ദ്രവ്യവും ഗുണവും തമ്മിൽ, ദ്രവ്യവും കർമ്മവും തമ്മിൽ, അതുപോലെ ദ്രവ്യവും ജാതിയും തമ്മിൽ, ഗുണവും ജാതിയും തമ്മിൽ, കർമ്മവും ജാതിയും തമ്മിൽ, പിന്നെ വിശേഷവും നിത്യദ്രവ്യവും തമ്മിൽ എന്നൊക്കെ പറഞ്ഞു സമവായ സംബന്ധം. അപ്പോൾ ഇവിടെ ജാതിയും വ്യക്തിയും തമ്മിൽ എന്താ സംബന്ധം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഘടം എന്നുള്ളതൊരു വ്യക്തിയാണ്. ആ ഘടത്തിലുള്ള ജാതിയാണ് ഘടത്വം. അപ്പോൾ ഈ വ്യക്തിയായിട്ടുള്ള ഘടവും അതിലുള്ള ജാതി ഘടത്വവും തമ്മിൽ എന്താണ് സംബന്ധം എന്ന് ചോദിച്ചാൽ സമവായ സംബന്ധമാണ്, വേർതിരിക്കാൻ പറ്റാത്ത സംബന്ധമാണ് എന്നതാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. തർക്കസംഗ്രഹസ്യ കർത്താ കഹ. ഉത്തരം അന്നംഭട്ടഃ എന്നതാണ് ഉത്തരം. ഇനി അടുത്തത് കർമാണി കതി. കർമ്മങ്ങൾ എത്രണ്ണാണ് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചു ഉത്ക്ഷേപണ, അപക്ഷേപണ, ആകുഞ്ചന, പ്രസാരണ, ഗമനാനി പഞ്ചകർമാണി. 5 കർമ്മങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, പഞ്ച. അടുത്തത് പൃഥിവീ ലക്ഷണം കിം. പൃഥിവിയുടെ ലക്ഷണം എന്താണ് എന്ന്. അപ്പോൾ തത്ര ഗന്ധവതി പൃഥിവി എന്നുള്ള വാക്യം ലക്ഷണസൂചക വാക്യമാണ്. അതിൽ നിന്ന് നമുക്ക് പൃഥിവിയുടെ ലക്ഷണം കിട്ടിയതായിരുന്നു ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം എന്ന്. അപ്പോൾ അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ഗന്ധവത്വം. ഇനി ഈ ചോദ്യം തന്നെ വേറെ തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്. ഗന്ധവതി കാ. ഗന്ധമുള്ളവൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി പൃഥ്വി എന്നുള്ളതാണ്. ഇനി വീണ്ടും ഈ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. കർമാണി കതിസന്ധി. കർമ്മങ്ങൾ എത്രയുണ്ട് എന്ന്. ഉത്തരം ഓപ്ഷൻ ഡി പഞ്ച. ഇനി ഇത് പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് വേണമെങ്കിൽ ഷോർട്ട് ഹിസ്റ്ററിയിലത്തെ ചോദ്യമാണെന്നും പറയാം. ന്യായസിദ്ധാന്തസ്യ ഉപജ്ഞാത കഹ. ന്യായസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ഗൗതമഃ. അപ്പോൾ ന്യായസിദ്ധാന്തത്തിൻ്റെ അഥവാ ന്യായശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ന്യായസൂത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗൗതമ മഹർഷി. വൈശേഷിക സൂത്രം എഴുതിയത് കണാദ മഹർഷി. സാഖ്യസൂത്രത്തിൻ്റെ ഉപജ്ഞാതാവ് കപില മഹർഷി. യോഗസൂത്രത്തിൻ്റെ പതഞ്ജലി മഹർഷി. പൂർവമീമാംസ ജൈമിനി. ഉത്തരമീമാംസ ബാദരായണ എന്നുള്ളതും കൂടി ഇവിടെ ഓർക്കാം. അടുത്ത ചോദ്യമാണ് രൂപഗ്രാഹകം ഇന്ദ്രിയം കിം. രൂപത്തെ, അതായത് നിറത്തെ നമുക്ക് അറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മളവിടെ തേജസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഉഷ്ണസ്പർശവത് തേജഃ തച്ച ദ്വിവിധം നിത്യമനിത്യം ച. നിത്യം പരമാണുരൂപം, അനിത്യം കാര്യരൂപം, പുനസ്ത്രിവിധം. ശരീരേന്ദ്രിയ വിഷയഭേദാത് ശരീരം ആദിത്യലോകേ പ്രസിദ്ധം. ഇന്ദ്രിയം രൂപഗ്രാഹകം ചക്ഷു കൃഷ്ണതാര അഗ്രവർത്തി. തൈജസമായിട്ടുള്ള ഇന്ദ്രിയം ഏതാണ്? ചക്ഷുസാണ്. അത് എന്തിനെ സഹായിക്കുന്നു? രൂപഗ്രാഹകം,
രൂപത്തെ അറിയാൻ, നിറത്തെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് ചക്ഷുസ്. അത് കൃഷ്ണമണിയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ ഉത്തരം രൂപഗ്രാഹകമിന്ദ്രിയം കിം, ഓപ്ഷൻ ബി ചക്ഷുഹു എന്നതാണ്. ഇനി ഇത് വ്യാകരണത്തിൽ നിന്നുള്ള ചോദ്യമാണ്, നെറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. വിഷ്ണവേ ഇത്യത്ര കഹ സന്ധിർവർത്തതെ, സന്ധിഹി വർത്തതെ. വിഷ്ണവേ, ഇവിടെ ഏത് സന്ധിയാണ് ഉള്ളത്? ഓപ്ഷൻസ്: ഗുണസന്ധിയാണോ, അയാദിസന്ധിയാണോ, യണുസന്ധിയാണോ, ദീർഘസന്ധിയാണോ? ഉത്തരം ഇവിടെ അയാദിസന്ധിയാണ്. ഇവിടെ ഏത് സൂത്രമാണ് പ്രവർത്തിക്കുന്നത്? ഏച്ചോ അയവായാവഹ, ഏച്ചഹ അയവായാവഹ എന്ന് പദച്ഛേദം. അപ്പോൾ ഇവിടെ സൂത്രത്തിൻ്റെ അർത്ഥം എന്താണ്? ഏച്ചഹ ക്രമാത് അയ് അവ് ആയ് ആവ് ഏതേ സ്യുരചി എന്നതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. ഏച്ചിന് ക്രമത്തിൽ അയ് അവ് ആയ് ആവ് എന്നിവ വരും. അപ്പോൾ വിഷ്ണവേ എന്നുള്ളിടത്ത് വിഷ്ണോ എ എന്നാണ് ഇരിക്കുന്നത്. വിഷ്ണോ പ്ലസ് എ. അപ്പോൾ വിഷ്ണോ എ എന്നിരിക്കുമ്പോൾ ഇവിടെ വിഷ്ണു എന്നുള്ളിടത്ത് ഓകാരമുണ്ട്, അത് ഏച്ചാണ്. ഏച്ചിന് പരമായിട്ട് എ എന്നുള്ള അച്ച് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണു എന്നുള്ളിടത്ത് ഓകാരത്തിന്, ഏച്ചിന് എന്താണ് വരിക? അവ് ആദേശം വന്ന് വിഷ്ണവേ എന്ന് രൂപം കിട്ടുന്നു. അപ്പോൾ ഇത് അയാദി സന്ധിയിലാണ്, ഇവിടെ അയാദി സന്ധിയാണുള്ളത് എന്ന് ഉത്തരം കിട്ടുന്നു. ഇനി ഇതേ ചോദ്യം തന്നെ, ഇതേ വിഷയത്തിലുള്ള ചോദ്യം തന്നെ, ഏച്ചു അയവായാവഹ എന്നുള്ള സൂത്രം വെച്ച് തന്നെയുള്ള ചോദ്യമാണ്. ഏച്ചു അയവായാവഹ ഇത്യസ്യ സൂത്രസ്യ ഉദാഹരണാനാം സമുചിതം ക്രമം ചിനുത. അതായത് ടെക്സ്റ്റിൽ സിദ്ധാന്ത കൗമുദിയിൽ ഏച്ചു അയവായാവഹ എന്നുള്ള സൂത്രത്തിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ ഏത് ക്രമത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. പാവകഃ, നായകഃ, വിഷ്ണവേ, ഹരയേ, ഈ നാലിനാണ് ഉദാഹരണങ്ങൾ. അത് എ എന്നുള്ള ക്രമത്തിലാണോ, ബി എന്നുള്ള ക്രമത്തിലാണോ, സി എന്നുള്ള ക്രമത്തിലാണോ, ഡി എന്നുള്ള ക്രമത്തിലാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം ആദ്യം തന്നെ ഹരയേ എന്നാണ് ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. ഹരയേ, അത് കഴിഞ്ഞിട്ട് വിഷ്ണവേ, അത് കഴിഞ്ഞിട്ട് നായകഃ, അത് കഴിഞ്ഞിട്ട് പാവകഃ. കാരണം എന്താണ്? ഹരയേ ഇവിടെ അയ് ആദേശവും, പിന്നെ വിഷ്ണവേ ഇവിടെ അവ് ആദേശവും, നായകഃ ഇവിടെ ആയ് ആദേശവും, പാവകഃ ഇവിടെ ആവ് ആദേശവും ആണ് വരുന്നത്. അപ്പോൾ ആ ക്രമത്തിൽ തന്നെയാണ് അയ് അവ് ആയ് ആവ് എന്നുള്ള ആ ക്രമത്തിൽ തന്നെയാണ് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം എന്ന് വിചാരിച്ചത്. നമസ്കാരം.